ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈശോയുടെ ഉത്ഥാന തിരുനാളാണ്. ക്രിസ്മസ് പോലും 3-4 നൂറ്റാണ്ടുകളോടുകൂടിയാണ് സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുവരെയും ഈശോയുടെ ഉത്ഥാന തിരുനാൾ സാഘോഷം കൊണ്ടാടിയിരുന്ന ഒരു തിരുനാളാണ്. ക്രൈസ്തവ ജീവിതം ഉത്ഥാനത്തിൽ അധിഷ്ഠിതമാണ്. ദുഃഖവെള്ളിയാഴ്ച അവസാനിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതമല്ല, ഉയർപ്പിൻ്റെ ആനന്ദത്തിൽ എത്തി നിൽക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ച അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിരാശയുടെ അവസ്ഥയാണ്. മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി കാണാത്തൊരവസ്ഥ, ചുറ്റുപാടും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അതാണ് നിരാശയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. കടബാധ്യതയിൽ കഴുത്തറ്റം മുങ്ങി നട്ടം തിരിയുന്നവർ, ഇനി മുന്നോട്ട് പോകാനുള്ള വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നവർ, ചില രോഗങ്ങൾ എത്രമാത്രം ചികിത്സിച്ചിട്ടും സുഖപ്പെടാത്ത രോഗങ്ങൾ, ഒരു പക്ഷേ മരണത്തിന് മാത്രം ഉത്തരം നൽകാവുന്ന തരത്തിലുള്ള രോഗങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ നിരാശപ്പെട്ടു പോകാറുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളുടെ മുൻപിൽ മനുഷ്യൻ നിരാശപ്പെട്ടു പോകാറുണ്ട്. ജീവിതത്തിലെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ ഭയാനകമാണ് ചരിത്രത്തിൽ ഇന്നുവരെ മനുഷ്യന് ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്ത മറ്റൊരു സമസ്യ. അത് മരണത്തിൻ്റെ അവസ്ഥയാണ്. ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാർ, വലിയ വലിയ ആളുകൾ മരണത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഹന്തകൾക്കും വിരാമമിടുന്നത് മരണത്തിലാണ്. എന്നാൽ ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിലൂടെ ഒരു പുതിയ പ്രതീക്ഷ മനുഷ്യവംശത്തിന് കൊണ്ടുവന്നു. മരണത്തെ തോൽപ്പിക്കാൻ സാധിക്കും, മരണത്തിൻ്റെ മേൽ വിജയമുണ്ട്. ഈശോ ഉത്ഥാനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു സത്യമാണ്, മരണത്തിൻ്റെ മേൽ വിജയമുണ്ട്. മനുഷ്യൻ്റെ നിരാശകൾക്കൊക്കെ ഉത്തരമുണ്ട്. മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിൽ തീരുന്ന ഒരു ജീവിതമല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. അത് ഉയർപ്പിൻ്റെ ആനന്ദത്തിൽ എത്തിച്ചേരാനുള്ളതാണ്. മനുഷ്യന് ഉത്തരം കിട്ടാത്ത എല്ലാ അവസ്ഥകൾക്കും കർത്താവ് ഉത്തരം നൽകുന്ന ദിവസമാണ് ഈസ്റ്റർ ഞായറാഴ്ച. പാപത്തെയും ശാപത്തെയും മരണത്തിൻ്റെ സകല ബന്ധനങ്ങളെയും തിന്മയുടെ സകല സ്വാധീനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ടുള്ള വളർച്ചയിൽ തടസ്സപ്പെടുത്തുന്ന, അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ കയറ്റി വെച്ചിരുന്ന ആ വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ ഞായറാഴ്ച. പ്രിയപ്പെട്ടവരെ, നിരാശയുടെ ആ അന്ധകാരം ഇല്ലാതാക്കിക്കൊണ്ട് പ്രത്യാശയുടെ പ്രകാശം ഈശോയുടെ ഉത്ഥാനത്തോടുകൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ഇനി ദുഃഖം വേണ്ട, ഇനി നിരാശ വേണ്ട, ഇനി മരണം ഒരു പ്രശ്നമേ അല്ല. മരണത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്ന് ഈശോ തെളിയിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ കുരിശ് മരണത്തിൽ വേദനയോടുകൂടി ആയിരുന്ന ശിഷ്യന്മാർ, നിരാശയിലായിരുന്ന ശിഷ്യന്മാർ, ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിച്ചിരുന്നവർ അവിടുത്തെ ഉത്ഥാനത്തോടുകൂടെ പ്രകാശിതരായി. സങ്കീർത്തകൻ പറയുകയാണ്, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം ഈ പ്രകാശത്തിൻ്റെ സന്ദേശമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അന്ധകാരങ്ങളുടെയും മേൽ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം, അത് ഈസ്റ്റർ ഞായറാഴ്ച ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടു. ഇനി നിരാശയില്ല, ഇനി ദുഃഖമില്ല, അന്ധകാരമില്ല. ജീവിതത്തിൽ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ഒന്നും ഇല്ല. യേശു ക്രിസ്തു അതിനെല്ലാം വിജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ
നിരാശയുടെ, സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ എരിഞ്ഞു തീരുന്ന ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി, ക്രൈസ്തവ ജീവിതം അത് ദുഃഖകരമായൊരു ജീവിതമല്ല, മ്ലാന മുഖത്തോടുകൂടിയുള്ള ഒരു ജീവിതവുമല്ല. ക്രൈസ്തവ ജീവിതം മ്ലാനമല്ല, അത് ദുഃഖവെള്ളിയാഴ്ചയുടെ ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു ജീവിതമല്ല, അത് ഉത്ഥാനത്തിൻ്റെ പ്രകാശത്തിലായിരിക്കുന്ന ജീവിതമാണ്, അത് സന്തോഷത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഒരു ചാക്രിക ലേഖനത്തിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ എന്നുള്ളതാണ്. സുവിശേഷം നൽകുന്നത് ഈ ആനന്ദമാണ്, ഈ സന്തോഷമാണ്. യേശു ക്രിസ്തു നൽകുന്നത് ഈ സന്തോഷമാണ്. ലോകത്തിനു മുഴുവൻ യേശു ക്രിസ്തു നൽകുന്ന സന്ദേശം, മകനെ മകളെ, നീ നിരാശപ്പെടേണ്ട, നീ ദുഃഖിക്കേണ്ട, നിൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രതിബന്ധങ്ങളെ ഓർത്ത് നീ തളരേണ്ട, നിൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ ഓർത്ത് നീ തളരേണ്ട. നിനക്ക് പ്രത്യാശയുടെ കവാടം തുറന്നിരിക്കുന്നു, നിനക്ക് പ്രത്യാശയുടെ കവാടം തുറന്നിരിക്കുന്നു. അത് ഉത്ഥാനത്തിൻ്റെ മഹത്വമാണ്. ഉത്ഥാനം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക്, പരാജയങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പെടാതെ അതിനെല്ലാം അതിജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉത്തിതനായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രകാശിതരായി തീരാം, നമുക്ക് പ്രകാശത്തിൻ്റെ പാതയിലായി തീരാം. ഈ ഉത്ഥാന തിരുനാൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ. ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥയിലാണ് നീ ഇപ്പോഴെങ്കിൽ, നിരാശയുടെ അവസ്ഥയിലാണ് നീയെങ്കിൽ, കടബാധ്യതയുടെ അവസ്ഥയിലാണ് നീയെങ്കിൽ, നിൻ്റെ ജീവിതത്തോട് യേശു ക്രിസ്തു പറയുകയാണ്, മകനെ മകളെ, നീ ഉണർന്നെഴുന്നേൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ വിജയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. കർത്താവിനോടുകൂടെ നമ്മൾ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ പാപങ്ങളിൽ, നമ്മുടെ നിരാശയിൽ, നമ്മുടെ ദുഃഖത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടി സംസ്കരിക്കപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഈ ഉത്ഥാന തിരുനാൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതിയ ഉണർവിൻ്റെ, പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ഒരു പുതിയ തുടക്കത്തിൻ്റെ അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.